ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികൾ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് റീപോർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കറക്റ്റ് മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പോഴും നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു കൂടെ ഒരു 3 മാസം 4 മാസം കൂടിയിരിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യരുത്. എപ്പോഴും ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോഴായിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെടി ചില സൈൻസ് കാണിച്ചു തരും നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന്. അതിലെ ഒരു സൈനാണ് നമ്മുടെ ചെടിയുടെ താഴെ നമ്മുടെ ഡ്രെയിനേജ് ഹോൾ വഴി ചെടിയുടെ വേര് താഴേക്ക് വരികയാണെങ്കിൽ ഒരു സൈഡാണ് ചെടി നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റി നടണം. പിന്നെ നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷൂന്ന് വെള്ളം അങ്ങ് വെളിയിലോട്ട് വരിക, ഒട്ടും തന്നെ ആ ചെടിക്കകത്ത് അബ്സോർബ് ചെയ്യാതെ വെള്ളം വെളിയിൽ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെടി റീപോർട്ട് ചെയ്യാറായി. ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ റീപോർട്ട് ചെയ്യണമെന്നുള്ള ചെറിയ 1-2 സയൻസ്. അതുപോലെ തന്നെ റൂട്ട്സ് ചെടിച്ചട്ടിയുടെ ചുറ്റുമങ്ങ് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനിയും അതിനെ പുറത്തോട്ട് വളർന്ന് സ്പ്രെഡ് ചെയ്യാൻ തക്ക മണ്ണില്ലാതെ വരുന്നൊരവസ്ഥയിലുമാണ് നമ്മൾ റീപോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സയൻസ് ചെടികൾ കാണിക്കുമ്പോൾ നമ്മൾ റീപോർട്ടിങ് ചെയ്യണം. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ലാൻറ്റാനയുടെ തൈയാണ്. ഇത് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് കൂട്ടുകാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ചേച്ചി ഇത് ചെടിയിൽ മണ്ണ് നിറയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരണേ. അന്നേരം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മൾ റീപോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. റീപോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ചെടി, നമ്മൾ ഏത് ചെടിയാണോ നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ നനയ്ക്കണം. അതുപോലെ തന്നെ ഐഡിയൽ ടൈം എപ്പോഴാണ് നമ്മൾ ചെടി റീപോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈവനിങ് ടൈമാണ്. എപ്പോഴും ഒരു 4 മണിക്ക് ശേഷം വൈകിട്ട് ഉള്ള സമയത്താണ് റീപോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ വൈകിട്ട് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെടികൾക്കൊരു ട്രാൻസ്പ്ലാന്റ് ഷോക്ക് വരാതിരിക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് വാടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സന്ധ്യാസമയത്ത് 4-5 മണിക്ക് ശേഷം റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പോട്ടിംഗ് മിക്സ് ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മുടെ മേൽമണ്ണ് എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് മണൽ, പിന്നെ ചാണകപ്പൊടി ഇതുപോലെ പൊടിയല്ലാതെ ഇങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചാണകപ്പൊടി ചേർക്കണം, അതുപോലെ മണൽ, പിന്നെ കൊക്കോപ്പീറ്റ് ചേർക്കണം. കൊക്കോപ്പീറ്റ് ചേർക്കുന്നത് കാരണം നമ്മുടെ ചെടി നല്ലപോലെ വേരോടാനും ചെടി നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ സഹായിക്കും. അത് മാത്രമല്ല ചെടി ആ മണ്ണിൽ നല്ല രീതിയിൽ ജലാംശം പിടിച്ചു നിർത്താൻ നമ്മുടെ ഈ കൊക്കോപ്പീറ്റ് സഹായിക്കും. പിന്നെ മണ്ണിലൊക്കെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ മണ്ണ് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇത് കണ്ടോ, ഞാൻ ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് നല്ലൊരു പുട്ടുപൊടിയുടെ പരുവത്തിന് എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ചെടി പെട്ടെന്ന് തന്നെ വേരോടാനൊക്കെ സഹായിക്കും. ഞാനിതിലേക്ക് കുറച്ച് കൊക്കോപ്പീറ്റ് കൂടി ചേർക്കുകയാണ്. കൊക്കോപ്പീറ്റ് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നനച്ച് വെച്ചിരിക്കുകയാണ്. കൊക്കോപ്പീറ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് വളങ്ങൾ ചാണകപ്പൊടി ചേർക്കാം, അതുപോലെ തന്നെ എല്ലുപൊടി ചേർക്കാം, പിന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചെടിക്ക് വേരിനുണ്ടാകുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ ചെടി നല്ലതുപോലെ വളരാൻ സഹായിക്കും. ഇതാണ് ഒരു സാധാരണയായിട്ട് നമ്മൾ ഒരു ചെടി നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിനിരിക്കണം നമ്മുടെ മണ്ണ്. അതുപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടി നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ളത് എപ്പോഴും കറക്റ്റ് സൈസിലുള്ള കണ്ടെയ്നർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ചെടി ഇപ്പോഴൊരു 6 ഇഞ്ച് പോട്ടിലാണ് നമ്മുടെ ചെടി ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു റീപോർട്ട് ചെയ്യാൻ നേരം ഒരു 8 ഇഞ്ചിലേക്ക് മാറ്റാവും. അല്ലാതെ നേരിട്ട് 6-ൽ നിന്ന് നേരിട്ട് 12 ഇഞ്ചിലേക്ക് മാറ്റരുത്. 6 ഇഞ്ച് പോട്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു 8 ഇഞ്ച് പോട്ടിലേക്ക് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ചെടി നല്ലതുപോലെ വളരത്തുള്ളൂ. കാരണം നമ്മുടെ ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ട് വലിയ പോട്ടിലൊന്നും വെക്കരുത്. വലിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ഗ്രോത്ത് റിട്ടാർഡായി പോകുന്നതായിട്ടാണ് കാണുന്നത്.
എപ്പോഴും ചെറിയ ചെടികൾ നമ്മൾ ചെറിയ ചട്ടിയിൽ തന്നെ വെച്ച് വളർത്തിയതിന് ശേഷം നമ്മൾ വലിയ പോട്ടിലേക്ക് നടാവും. ഈ ചെടിയാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ നമ്മൾ പ്ലാസ്റ്റിക് കവറിലാണല്ലോ ഈ ചെടി നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഒരു സിസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചോ ഒക്കെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് നേരത്തെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ ഇത് ചെടി നല്ലപോലെ അതിൻ്റെ വേരൊക്കെ നല്ലപോലെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വേര് വന്നതുകൊണ്ട് ചെടി വെള്ളം ഒഴിക്കുമ്പോൾ ചെടിക്ക് കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് ഒഴുകി അങ്ങ് പോവുകയാണ്. അതാണ് കറക്റ്റ് സമയം. അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഈ ചെടി റീപോർട്ട് ചെയ്യേണ്ട സമയമായി എന്ന്. ഈ കവറ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നിങ്ങളിത് കണ്ടില്ലേ, ചെടി നമ്മുടെ വേര് ഓൾറെഡി അതിൻ്റെ ഏറ്റവും പുറത്ത് വന്നു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇനി അത് മണ്ണില്ല അതിന് വളരാൻ വേണ്ടി. ഇനി അതിൻ്റെ റൂട്ട്സ് വെളിയിലേക്ക് വരികയാണ്. കണ്ടോ, റൂട്ട്സ് കണ്ടോ, ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റീപോർട്ടിങ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേര് വന്നോ ഇല്ലയോ ഒന്നും അറിയത്തില്ല എങ്കിൽ മിനിമം വെയിറ്റ് ചെയ്യുക. 1 ഇയർ ആയതിനു ശേഷം മാറ്റുക, അല്ലെങ്കിൽ ഒരു 2 വർഷത്തേക്ക് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ ചെടി എപ്പോഴും റീപോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നട്ടു വെക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഇറക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള പോട്ടാണ്. ഞാൻ പറഞ്ഞതിൽ നിന്നും ചെടിക്ക് വലിപ്പമുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ നിറച്ച് മണ്ണ് ഇട്ടിട്ടല്ല നമ്മുടെ ചെടി നടാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചട്ടിക്ക് ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ല എങ്കിൽ വെള്ളം നിറഞ്ഞ് ചെടി ചീഞ്ഞു പോവും, ചെടിയുടെ വേര് അളിഞ്ഞു പോകും. കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം അതിൽ തന്നെ കെട്ടിക്കിടന്ന് ചെടി അളിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ കുറച്ച് കല്ലൊക്കെ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രെയിനായി വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ചെടി വളരെ ചെറിയൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പോട്ട് വേണ്ടി ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നേരെ പകുതി മണ്ണ് മാത്രമേ ഇപ്പോൾ നിറയ്ക്കത്തുള്ളൂ. ഈ ചട്ടി നിറയ്ക്കുന്നില്ല. പിന്നെ ചെടി വളരുന്നതിനനുസരിച്ച് കുറച്ച് വളവും മണ്ണും ഒക്കെ ഇട്ടിട്ട് ചെടി നിറയ്ക്കത്തുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഇതിൻ്റെ നേരെ ഹാഫ് മാത്രമേ ഞാൻ മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ ഈ മണ്ണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 6 മാസത്തേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് നമ്മൾ ഒരു വളവും ചേർക്കേണ്ട ആവശ്യമില്ല. ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളമെല്ലാം ഈ മണ്ണിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ചട്ടിയിലേക്ക് മണ്ണ് 2 സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ചെടി അതിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലെ കുറച്ച് മണ്ണ് ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി മാറ്റുകയാണ്. ഓക്കെ, മുകളിൽ അവിടെ വേര് കുറവുള്ള സ്ഥലത്തെ മണ്ണ് മാത്രമേ ഞാൻ ഇങ്ങനെ മാറ്റുന്നുള്ളൂ. അതിനുശേഷം ചട്ടിയിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മൾ മണ്ണ് 2 സൈഡിൽ നിന്നും കൂട്ടിയിട്ടതിന് ശേഷം നല്ലതുപോലെ അതിൽ ചട്ടിയിലേക്ക് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അത് നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനെ ചെടിയൊന്നും ഉണങ്ങി പോകാതിരിക്കാൻ, അതുപോലെ ട്രാൻസ്പ്ലാന്റ് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് നട്ടതിന് ശേഷം നമ്മൾ ഉടനെ ആരും കൊണ്ടുപോയി വെയിലത്ത് വെക്കരുത്. മാക്സിമം തണലത്ത് വെച്ച് ചെടി നല്ലതുപോലെ ഒന്ന് കിളിച്ച് പുതിയ നാമ്പ് വന്നതിന് ശേഷം നമുക്ക് കൊണ്ട് വെയിലത്ത് വെക്കാം. ഈ ചെടിക്ക് പൊതുവെ സൺലൈറ്റ് വേണ്ട ചെടിയാണ്. എന്നാലും ചെടി നല്ലപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് കൊണ്ട് വെയിലത്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എല്ലാവരും ഈ ചെടി നടുന്നുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.